പുകയില്ല, എഞ്ചിന് ശബ്ദമില്ല. പകരം ഹൈഡ്രജനിൽ ഓടുന്ന ഒരു ട്രെയിൻ. ഇന്ത്യയുടെ റെയിൽവേ ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് വെറും സാധാരണ പുതിയൊരു ട്രെയിൻ മാത്രമാണോ? ഹൈഡ്രജൻ ഉപയോഗിച്ച് ട്രെയിൻ എങ്ങനെയാണ് ഓടുന്നത്? ഇത് ശരിക്കും പരിസ്ഥിതി സൗഹാർദ്ദമാണോ? അതുപോലെ തന്നെ യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്ക് എത്രയായിരിക്കും? അതുപോലെ തന്നെ നിലവിലെ ഇലക്ട്രിക് ട്രെയിനുകളെക്കാൾ ഇത് മികച്ചതാണോ? ഇന്ത്യയുടെ റെയിൽവേ ഭാവി ഹൈഡ്രജനിലേക്കാണോ? അപ്പോൾ ഇതുപോലെയുള്ള സംശയങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് ഉത്തരം കണ്ടെത്താം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ PK ലിനക്സിന്റെ PSC കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചിന്റെ വിശദാംശങ്ങളെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. 2026 ജൂലൈ 17 ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഇപ്പോൾ ജിന്ദ് സോനിപത്ത് സെക്ഷനിലാണ് ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 2 പവർ കാർ അതുപോലെ 8 പാസഞ്ചർ കോച്ച് ഉൾപ്പെടുന്ന ഒരു 10 കോച്ചുകളുള്ള ഈ ട്രെയിനിന് ഏകദേശം 2600ഓളം പാസഞ്ചേഴ്സിനെ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. അപ്പോൾ ഈ ട്രെയിനിന്റെ ഡിസൈൻ സ്പീഡ് മണിക്കൂറിൽ 110 കിലോമീറ്റർ ആണെങ്കിലും പരമാവധി പ്രവർത്തന വേഗതയായി പറയുന്നത് മണിക്കൂറിൽ 75 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതോടെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന റെയിൽ ഗതാഗത രംഗത്തേക്ക് ഇന്ത്യയും പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് പുറമെ ജർമ്മനി, ജപ്പാൻ, അതുപോലെ ചൈന, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളും ഹൈഡ്രജൻ റെയിൽ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ എന്നാൽ എല്ലാ രാജ്യങ്ങളിലും ഇത് ഒരേ രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്നുമില്ല. ഇപ്പോൾ ജർമ്മനിയാണ് ഹൈഡ്രജൻ പാസഞ്ചർ ട്രെയിനുകളുടെ വാണിജ്യ ഉപയോഗത്തിൽ ആദ്യമായി മുന്നിലെത്തിയതെങ്കിലും വൈഡായിട്ട് ഹൈഡ്രജൻ റൂട്ട് അവർ നിലനിർത്തുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മറ്റ് പല രാജ്യങ്ങളും പരീക്ഷണ സർവീസുകളോ പരിമിതമായ വിന്യാസങ്ങളോ ആണ് നടത്തുന്നത്. ഇത് വിദേശത്ത് നിന്ന് നേരിട്ട് റെക്കമെൻഡ് ചെയ്ത ട്രെയിൻ അല്ല. ഇന്ത്യൻ റെയിൽവേയുടെ റിസർച്ച്, ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ, അതായത് RDSO, ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, മേധ, സെർവോ ഡ്രൈവ്സ് തുടങ്ങിയ ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് രാജ്യത്ത് തന്നെ ഈ ട്രെയിൻ വികസിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ സ്വദേശീയ ഹൈഡ്രജൻ റെയിൽ സാങ്കേതിക വിദ്യയുടെ ഒരു പ്രധാന പരീക്ഷണമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ വലിയൊരു ഭാഗവും നിലവിൽ വൈദ്യുതീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ റെയിൽവേ പാതകളും ഒരേ വേഗത്തിൽ വൈദ്യുതീകരിക്കാൻ കഴിയത്തുമില്ല. പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് കൂടിയതും അതുപോലെ തന്നെ കുറഞ്ഞ ട്രാഫിക് ഉള്ളതുമായ റൂട്ടുകളിൽ പുതിയ വൈദ്യുതീകരണ അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ തന്നെ നമുക്ക് നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ നിർമ്മിക്കാനുള്ളവ വളരെ ചെലവേറിയതുമാകാം. അപ്പോൾ ഇവിടെയാണ് ഹൈഡ്രജൻ ഒരു സാധ്യതയായിട്ട് മാറുന്നത്. ആദ്യം ഹൈഡ്രജൻ ഉയർന്ന മർദ്ദത്തിലുള്ള ടാങ്കുകളിൽ സംഭരിക്കും. അപ്പം ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലേക്ക് അതിനുശേഷം എത്തും. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ ഹൈഡ്രജനും വായുവിലെ ഓക്സിജനും തമ്മിലുള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വൈദ്യുതി ട്രാക്ഷൻ മോട്ടറുകളെ പ്രവർത്തിപ്പിക്കും. അപ്പോൾ ആവശ്യത്തിന് വൈദ്യുതി നൽകാൻ ബാറ്ററി സംവിധാനങ്ങളും സഹായകരമാകും എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഹൈഡ്രജൻ നേരിട്ട് ട്രെയിനിന്റെ ചക്രങ്ങളെ ഇവിടെ തിരിക്കുന്നില്ല. ഹൈഡ്രജൻ ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിച്ചാണ് ട്രെയിൻ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ പ്രധാന പ്രത്യേകത ട്രെയിൻ പ്രവർത്തിക്കുന്ന സമയത്ത് ടെയിൽ പൈപ്പ് മലിനീകരണം ഉണ്ടാകുന്നില്ല. അതായത് എക്സോസ്റ്റിലൂടെ പുറന്തള്ളുന്ന ടോക്സിക് മലിനീകരണം ഉണ്ടാകുന്നില്ല എന്നതാണ്. ഹൈഡ്രജൻ ട്രെയിനിൽ പ്രധാനമായും ജലബാഷ്പവും താപവും മാത്രമാണ് പുറന്തള്ളുന്നത്. എന്നാൽ ഹൈഡ്രജൻ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു പാരിസ്ഥിതിക ഗുണം നിർണ്ണയിക്കപ്പെടുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുമ്പോഴാണ് ഈ നേട്ടം ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്നത്. ഇന്ത്യൻ റെയിൽവേ നൂതനമായ വേഗതയേറിയ ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ട്രെയിൻ പ്രാദേശിക റെയിൽവേ ഗതാഗതത്തിനുള്ള ഒരു ക്ലീൻ എനർജി ട്രെയിൻ എന്ന നിലയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഇപ്പം ഇതിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് ഹൈഡ്രജൻ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ ഹൈഡ്രജൻ എന്നത് നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത, വിഷരഹിതമായ ഒരു എലമെന്റ് ആണ്. കത്തുന്ന സ്വഭാവമുള്ളതും പൊട്ടിത്തെറിക്കുന്നതുമായതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നും കൂടിയാണ്. അപ്പം ഹൈഡ്രജൻ കാണാനോ മണക്കാനോ കഴിയാത്തതിനാൽ ഈ പദ്ധതിയുടെ മുഴുവൻ സുരക്ഷാ രൂപകൽപ്പനയും ഒരേ ഒരു ലക്ഷ്യത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്.
അതായത് ഏറ്റവും ചെറിയ ചോർച്ച പോലും തൽക്ഷണം അത് കണ്ടെത്തുകയും അതുപോലെ അത് ഒരിക്കലും അപകടത്തിലേക്ക് മാറാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. ഇനി നമ്മൾ ഹൈഡ്രജൻ ട്രെയിനിന്റെ സുരക്ഷയിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചു മുന്നേ കണ്ട പോലെ ഹൈഡ്രജൻ വളരെ എളുപ്പത്തിൽ തീ പിടിക്കാവുന്ന വാതകമാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിനാൽ സംഭരണം, ഗതാഗതം, റീഫ്യൂവലിംഗ് എന്നിവയിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ആവശ്യമാണ്. ഇന്ത്യയുടെ ഹൈഡ്രജൻ ട്രെയിനിൽ ചോർച്ച, ചൂട്, തീ, പുക തുടങ്ങിയവ കണ്ടെത്താനുള്ള മൾട്ടി ലെയർ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈഡ്രജൻ ഇൻഫ്രാസ്ട്രക്ചർ അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് രൂപകൽപ്പന ചെയ്തതെന്നും ഇൻഡിപെൻഡന്റ് സേഫ്റ്റി അസസ്മെന്റ്സ് നടത്തിയെന്നും ഇന്ത്യൻ റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ സാങ്കേതികമായി സുരക്ഷിതമാക്കാൻ കഴിയുന്ന ഒരു സംവിധാനവുമാണിത്. എന്നാൽ ഹൈഡ്രജൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷ എപ്പോഴും കർശനമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ലീക്ക് ഡിറ്റക്ടേഴ്സ്, ഫ്ലെയിം ഡിറ്റക്ടേഴ്സ്, അങ്ങനെ സേഫ്റ്റി സെൻസേഴ്സ് തുടങ്ങിയവയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ റെഗുലർ മോണിറ്ററിംഗ് ആൻഡ് മെയിൻ്റനൻസ് കൂടി ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. ഹൈഡ്രജൻ ട്രെയിനിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഡീസൽ ട്രെയിനുകളെ അപേക്ഷിച്ച് പ്രവർത്തന സമയത്ത് നേരിട്ടുള്ള കാർബൺ മലിനീകരണം വളരെയധികം കുറയ്ക്കാൻ ഈ ഹൈഡ്രജൻ ട്രെയിനിന് കഴിയും. വൈദ്യുതീകരിക്കാത്ത റൂട്ടുകളിൽ പുതിയ ഓവർഹെഡ് വൈദ്യുതീകരണ സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ട ആവശ്യം കുറയ്ക്കാനും കഴിയും. ഇതോടൊപ്പം തന്നെ ശബ്ദ മലിനീകരണവും കുറയും. റിന്യൂവബിൾ എനർജിയിൽ നിന്ന് നിർമ്മിക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചാൽ റെയിൽവേ ഗതാഗതത്തെ കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദമാക്കാനും ഈ ഹൈഡ്രജൻ ട്രെയിനിന് കഴിയും. എന്നാൽ ഇതിന് ചില പരിമിതികളും ഉണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ ചെലവ് കൂടുതലാണ് എന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ വലിയ അളവിൽ റിന്യൂവബിൾ എനർജിയും വെള്ളവും ആവശ്യമാണ്. ഹൈഡ്രജൻ സംഭരിക്കാനും ഉയർന്ന മർദ്ദത്തിൽ കൈകാര്യം ചെയ്യുവാനും പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങളും വേണം. റീഫ്യൂവലിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിനും അത് പരിപാലിക്കുന്നതിനും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടൊരു കാര്യവും കൂടിയാണ്. കൂടാതെ വൈദ്യുതി ഉപയോഗിച്ച് ഹൈഡ്രജൻ നിർമ്മിച്ച് വീണ്ടും അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയിൽ നേരിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന ട്രെയിനുകളെ അപേക്ഷിച്ച് എനർജി എഫിഷ്യൻസി കുറവായിരിക്കാം. പല സാഹചര്യങ്ങളിലുമുണ്ട്. ഇന്ത്യയിൽ ഇതിനകം തന്നെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ട്രെയിനുകളാണ് അതിൽ പ്രധാന ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത്. വൈദ്യുതീകരിച്ച റൂട്ടുകളിൽ നേരിട്ട് ഗ്രിഡിൽ നിന്ന് വൈദ്യുതി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ട്രെയിനുകൾ സാധാരണയായി ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിനുകളെക്കാൾ എനർജി എഫിഷ്യന്റ് ആണ്. അതുപോലെ ബാറ്ററി ഇലക്ട്രിക് ട്രെയിനുകളും മറ്റൊരു സാധ്യതയാണ്. ചെറിയതും മിതമായ ദൂരമുള്ളതുമായ വൈദ്യുതീകരിക്കാത്ത റൂട്ടുകളിൽ ബാറ്ററി ട്രെയിനുകൾ ഉപയോഗിക്കാനുള്ള സാധ്യത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നുമുണ്ട്. ഇനി ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ഹൈസ്പീഡ് റെയിൽ. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള പദ്ധതികൾ ഹൈഡ്രജൻ ട്രെയിനുകളുമായി നേരിട്ട് മത്സരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയല്ല. കാരണം ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമായും വൈദ്യുതീകരിക്കാത്ത പ്രാദേശിക റൂട്ടുകൾക്കുള്ള പരിഹാരമാണ്. അതേസമയം ഹൈസ്പീഡ് ഇലക്ട്രിക് റെയിൽ എന്നത് അത് അതിവേഗ ദീർഘദൂര യാത്രയ്ക്കുള്ളതുമാണ്. അതിനാൽ ഇന്ത്യയുടെ റെയിൽവേ ഭാവി ഒരൊറ്റ സാങ്കേതിക വിദ്യയിൽ മാത്രം അധിഷ്ഠിതമായിരിക്കില്ല. വൈദ്യുതീകരിച്ച പ്രധാന റൂട്ടുകളിൽ ഇലക്ട്രിക് ട്രെയിനുകൾ, പ്രത്യേക സാഹചര്യത്തിലെ ബാറ്ററി ട്രെയിനുകൾ, വൈദ്യുതീകരണം സാമ്പത്തികമായി പ്രയാസമുള്ള ചില റൂട്ടുകളിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ, അതിവേഗ ദീർഘദൂര യാത്രയ്ക്ക് ഹൈസ്പീഡ് റെയിൽ എന്നിങ്ങനെ ഓരോ റൂട്ടിനും അനുയോജ്യമായ സാങ്കേതിക വിദ്യ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ പ്രായോഗികമായ ഒരു സമീപനം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ട്രെയിനിലെ യാത്ര സാധാരണക്കാർക്ക് താങ്ങാനാകുമോ എന്നതാണ്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഇപ്പോൾ സർവീസ് നടത്തുന്ന ജിന്ദ് സോനിപത്ത് റൂട്ടിൽ ടിക്കറ്റ് നിരക്ക് 5 രൂപ മുതൽ പരമാവധി 25 രൂപ വരെയാണ്. അതായത് ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നില്ല എന്നതാണ്. ഇപ്പൊ നിലവിലെ നിരക്ക് നോക്കുമ്പോൾ സാധാരണ യാത്രക്കാർക്ക് ഇത് വളരെ താങ്ങാനാകുന്ന ഒരു നിരക്കാണ്. എന്നാൽ ഇവിടെ ഒരു പ്രധാന വ്യത്യാസവുമുണ്ട്. ടിക്കറ്റ് നിരക്ക് കുറവാണെന്നത് ട്രെയിനിന്റെ പ്രവർത്തന ചെലവും കുറവാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. ഇന്ത്യയിലെ ഈ ട്രെയിൻ ഒരു പൈലറ്റ് പ്രോജക്റ്റ് കൂടിയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം പൂർണ്ണ യാത്രാഭാരത്തിലും പ്രവർത്തന സാഹചര്യങ്ങളിലും ട്രെയിൻ ഒരു ദിവസം ഏകദേശം 300 കിലോഗ്രാം ഹൈഡ്രജൻ വരെ ഉപയോഗിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ. ഹൈഡ്രജന്റെ ഉൽപാദനം, സംഭരണം, റീഫ്യൂവലിംഗ് സ്റ്റേഷന് പരിപാലനം തുടങ്ങിയവയുടെ ചെലവ് കണക്കിലെടുക്കുമ്പോൾ നിലവിൽ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഓപ്പറേറ്റിംഗ് ചെലവ് സാധാരണ ഇലക്ട്രിക് ട്രെയിനുകളെക്കാൾ ഉയർന്നതായിരിക്കാം.
എന്നാൽ ഇന്ത്യയിൽ ഹൈഡ്രജൻ ഉൽപ്പാദനം വലിയ തോതിൽ വ്യാപകമാക്കുകയും അതുപോലെ ഗ്രീൻ ഹൈഡ്രജന്റെ വില കുറയുകയും ചെയ്താൽ ഭാവിയിൽ ഈ ചെലവ് കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ യാത്രക്കാർക്ക് ഈ ഒരു നിരക്ക് താങ്ങാനാകും. അത് 5 രൂപ മുതൽ 25 വരെ നിരക്ക് സാധാരണ യാത്രക്കാർക്ക് വളരെ അഫോർഡബിൾ ആണ്. പക്ഷേ റെയിൽവേക്ക് ഈ സർവീസ് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തികമായി എത്രമാത്രം വയബിൾ ആയിരിക്കും എന്നത് ഹൈഡ്രജന്റെ വില, അതുപോലെ ട്രെയിനിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, റീഫ്യൂവലിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയൊക്കെ തന്നെ ആശ്രയിച്ചുമായിരിക്കും. ഹൈഡ്രജൻ ട്രെയിൻ എന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു അന്തിമ പരിഹാരമൊന്നുമല്ല. എന്നാൽ ഭാവിയിലെ ഒരു ക്ലീൻ മൊബിലിറ്റിയിലേക്കുള്ള ഒരു പ്രധാന പരീക്ഷണം തന്നെയാണിത്. ഹൈഡ്രജൻ എത്രമാത്രം ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവും സുരക്ഷിതവുമായി ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതിന്റെ ഭാവി. അതുകൊണ്ട് ഇന്ത്യയുടെ റെയിൽവേയുടെ ഭാവി ചോദ്യം ഹൈഡ്രജൻ ട്രെയിൻ വരുമോ എന്നതല്ല, പകരം ഏത് റൂട്ടിൽ ഏത് സാങ്കേതിക വിദ്യയാണ് ഏറ്റവും കാര്യക്ഷമവും സാമ്പത്തികവും അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹാർദ്ദവുമായത് എന്നതാണ്. അവിടെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഗ്രീൻ റെയിൽവേയുടെ ഭാവി തീരുമാനിക്കപ്പെടുക. അപ്പോൾ ഈ വിഷയത്തിൽ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.